ഞാൻ കൃഷ്ണനെയും വരയ്ക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്നും വരുമാനമുണ്ട്, അല്ലാതെ പല ജോലിയിൽ പാർട്ട്ണറായിട്ടുള്ള പരിപാടിയുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ട്. ഈ പട്ടി ഷോ കണ്ടിട്ട് സംഘപരിവാർ BJP നേതാവ് പള്ളി കാണാന്നാ പറഞ്ഞത്. അവൾക്കുള്ള മറുപടിയാണ്. എന്താ ഇങ്ങനത്തെ കോലത്തിൽ നിന്നല്ലേ? അതെ, ഞാൻ നബീനെ കാണാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കയറാം എന്നല്ലേ? ഞാൻ പള്ളിയിലും കയറട്ടെ. റസൂൽ അന്തി ഉറങ്ങുന്നത് ഏതെങ്കിലും മഹലിലല്ല, കേരളത്തിലല്ല, സൗദി അറേബ്യയിൽ മദീനത്തുള്ളത്. ഓക്കെ, അവിടെ നീ ഷഹാദത്ത് കലിമ ചെല്ലുകയാണെങ്കിൽ അന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, മദീനത്ത് കൊണ്ടുവരാം, റവാ ഷെരീഫ് കാണിച്ചു തരാം. നമ്മൾ കേരളത്തിലുള്ള ഒരു പള്ളിയിലല്ല നബി ഉള്ളത്. അന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. ആദ്യം വിശദമായിട്ട് പഠിക്കും കേട്ടോ. പിന്നെ ജസ്ന പോണ്ടല്ലോ ഞങ്ങളെ അമ്പലത്തിൽ നാറ്റിക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളെ കമ്മിറ്റിക്കാർക്ക് ഒന്നിനും ഉറപ്പില്ലാഞ്ഞിട്ടാണ്. അവളെ കച്ചവടത്തിനും അവളെ റീച്ചിനും അവളെ വ്യൂസിനും വേണ്ടിയിട്ട് അന്യ മതസ്ഥർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ സ്ഥലങ്ങളിലൊക്കെ അവൾ വിളയാടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പോരായ്മ കൊണ്ട് മാത്രമാണ്. ഞാൻ പള്ളിയിൽ കയറട്ടെ, കയറാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെ സമുദായത്തിലുള്ള ജസ്ന സലീമും നമ്മളെ ഗുരുവായൂരൊക്കെ വന്നിട്ട് നാട്ടിക്കുന്നുണ്ട്. അതുപോലെ ഞാനൊന്ന് നാട്ടിച്ചാലോ? നിങ്ങൾക്ക് മാത്രമല്ല നാട്ടിക്കാൻ പറ്റുക, ഞങ്ങൾക്കും നാട്ടിക്കാനൊക്കെ പറ്റുമല്ലോ. എനിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളി സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ, സൗഹൃദപരമായിട്ട് സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വഴിയൊരുക്കി തരാം. മാന്യമായിട്ടുള്ള വസ്ത്രധാരണം, ശുദ്ധിയോടും കൂടിയിട്ട് നീ ചൂണ്ടിക്കാണിക്കുന്ന ഏത് പള്ളിയും കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായ മഹല്ലുകാർ അതിന് സൗകര്യം ഒരുക്കി തരും. പള്ളിയിൽ എന്താണ് നടക്കുന്നതെന്ന്, പള്ളിയിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ മുക്രിസേനെ കാണാൻ പറ്റും, ഖത്തീബിനെ കാണാൻ പറ്റും, ദർസുണ്ടെങ്കിൽ കുട്ടികളെ കാണാൻ പറ്റും. പള്ളിൻ്റെ ഹൗദിൽ ഒരു കൂട്ടളം ഉണ്ടാവും. അത് ലിംഗാന്ന് പറഞ്ഞാൽ മതി. ഓരോ പള്ളിയും നിലനിൽക്കുന്നത് പൂർവികരായിട്ടുള്ള മനുഷ്യരുടെ മയ്യത്തിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയതാണ്. തിരിച്ചു വരുമ്പോൾ പള്ളിപ്പറമ്പിൽ മൈലാഞ്ചിച്ചെടിക്ക് അടിയിലായിട്ട് മീസാങ്കല്ലിലുള്ള ഒരുപാട് പൂർവികരായിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള മയ്യത്തുകളും കാണാൻ പറ്റും. ഇത്ര ജസ്ന അമ്പലത്തിൽ കയറിയിട്ട് അശുദ്ധമാക്കുന്നുണ്ടല്ലോ, ഞങ്ങളും കയറിയിട്ട് അശുദ്ധമാക്കും, ചാണകം എറിയാനോ അല്ലെങ്കിൽ മൂത്രം തെളിക്കാനോ വരണം. അവിടെ അടിച്ച് പുറം പൊളിക്കും ചെയ്യും. അത് ആരാണെങ്കിലും ശരി. ഓക്കെ.